KSRTCയുടെ ബഡ്ജറ്റ് ട്രിപ്പിനെ പറ്റി കുറേ കേട്ടിട്ടുണ്ട്. കൂട്ടുകാർ പറഞ്ഞിട്ടും എൻ്റെ കസിൻ യാത്ര ചെയ്തിട്ടും ഒക്കെ പല ട്രിപ്പുകളിൽ യാത്ര ചെയ്തതായിട്ട് കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇതുവരെ ഇങ്ങനെയൊരു യാത്ര എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ സുഹൃത്ത്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എനിക്ക് ഒരു ടിക്കറ്റ് സ്പോൺസർ ചെയ്തു. എനിക്ക് മാത്രമല്ല, എനിക്ക് മോൾക്കും കൂടി സ്പോൺസർ ചെയ്തു. അവൾ ചിറ്റൂരിൽ നിന്ന് ചിറ്റൂർ ഡിപ്പോയിൽ നിന്ന് പാലക്കാട് വഴി വന്ന് തൃശ്ശൂർ, എറണാകുളം, പിന്നെ മട്ടാഞ്ചേരിയാണ് മെയിനായിട്ട് അവരുടെ ഡെസ്റ്റിനേഷൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് മെട്രോ, പിന്നെ എന്താ പറയുക, തൃപ്പൂണിത്തുറ ഹിൽ പാലസ്, ദെൻ അതിനുശേഷം ഫുഡിങ്ങൊക്കെ കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞിട്ട് മട്ടാഞ്ചേരി ജൂയിഷ് സ്ട്രീറ്റ്, അത് കഴിഞ്ഞിട്ട് അതിന് ശേഷം വാട്ടർ മെട്രോ. ഇത്രയായിരുന്നു അവരുടെ പ്രോഗ്രാം. അങ്ങനെയായിരുന്നു. അപ്പം ഞങ്ങൾ അതിനനുസരിച്ച് യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഒരു 7:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾ പട്ടിക്കാട് നിന്ന് ജോയിൻ ചെയ്തു ഇവരെ. പക്ഷേ നമ്മുടെ മെട്രോ എന്ന് പറയുന്നത്, ഞാൻ ബാംഗ്ലൂർ മെട്രോയിൽ കയറിയിട്ടുള്ളത് കൊണ്ട് തന്നെ എനിക്കതിനൊരു വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നും തോന്നിയില്ല. എന്നാലും നമുക്കിങ്ങനെ വെറുതെ ഒരു പ്രത്യേക ഒരു പ്രായമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എവിടെയും പോകാനില്ല, ഒന്നും ചെയ്യാനില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്നവർക്ക് ഇതൊരു നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ, അടുക്കളയിൽ ഒതുങ്ങിക്കൂടിയിരിക്കുന്ന പെണ്ണുങ്ങൾക്കൊക്കെ ഒന്ന് പുറത്തിറങ്ങാനൊരു നല്ലൊരു ചാൻസാണ്. ആരുടെയും സഹായമൊന്നും ആവശ്യമില്ല. ടിക്കറ്റ് ബുക്ക് ചെയ്യുക, ഡയറക്റ്റ് കയറുക, നമ്മളെ അവർ അതാത് ഡെസ്റ്റിനേഷനിൽ കൊണ്ടുപോകും. അവിടെ നിന്ന് നമ്മളെ തിരിച്ചെത്തിക്കും. എനിക്ക് ഇത് വളരെ ഒരു നല്ല കാര്യമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ യാത്ര, ഇതൊക്കെ നമ്മുടെ തൃപ്പൂണിത്തുറ ഹിൽ പാലസിൻ്റെ ചുറ്റുമുള്ള ഒരു വനം പോലെയുള്ള പ്രദേശങ്ങളൊക്കെയാണ്. ഇതൊന്നും ഫുള്ള് എക്സ്പ്ലോർ ചെയ്യാനൊന്നും അതിന് നമുക്ക് സ്പേസ് കിട്ടിയില്ല, സമയം കിട്ടിയില്ല. എനിക്ക് തോന്നുന്നത് ഒരു 1 hour കൊണ്ട് നമുക്കൊന്നും ഹിൽ പാലസിലൊന്നും പോയി മൊത്തം നമുക്ക് ചുറ്റും കണ്ടൊന്നും നടക്കില്ല. അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഒരു ഫുഡൊക്കെ അടിച്ചു. ഫുഡ് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ നല്ല കത്തിയായിരുന്നു എന്ന് മാത്രം. അത് പലരും പറഞ്ഞു. അത് കഴിച്ചു കഴിഞ്ഞ് ഉടനെ തന്നെ എല്ലാവർക്കും കഴിച്ചത് തന്നെ ദഹിച്ചു പോയി എന്നൊക്കെ പറയപ്പെടുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ മട്ടാഞ്ചേരി ജൂത സ്ട്രീറ്റിൽ കൂടി പോയി. ജൂത പള്ളിക്കകത്ത് കയറണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ നല്ല ടിക്കറ്റ് ചാർജ് ഉണ്ട്. അതുകൊണ്ട് അകത്തേക്ക് കയറാനുള്ള ശ്രമം നടത്തിയില്ല. പിന്നെ കുറേ ആൻറ്റിക്കുകളുടെ ഒരു കളക്ഷൻ തന്നെ ആ സ്ട്രീറ്റിലുണ്ടായിരുന്നു. നമ്മൾ എല്ലാം ഇങ്ങനെ ദൂരെ നിന്ന് കണ്ട് ആസ്വദിച്ചു. കാരണം അതിൽ തൊട്ടാൽ പൊള്ളുന്ന വിലയാണ് അതിനൊക്കെ. അതൊക്കെ ഇതേപോലെയുള്ള എന്താ പറയുക, ഫോറിനേഴ്സിനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടുള്ള സെയിലാണ് അവിടെ നടക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ അട്രാക്റ്റീവായിട്ടുള്ള സാധനങ്ങൾ, ആൻറ്റിക് സാധനങ്ങളുണ്ട്, അല്ലാത്ത സാധനം ഒരുപാട്. പിന്നെ എന്താ പറയുക, ഈ പെർഫ്യൂംസ്, ഈ വക സാധനങ്ങളൊക്കെ ഉണ്ട് നമുക്ക്. പക്ഷേ അതിൽ കൈവയ്ക്കാൻ തോന്നിയില്ല. പിന്നെ നമ്മളിത് പോയതൊരു പോലീസ് മ്യൂസിയമാണത്. പണ്ടത്തെ നിക്കർ പോലീസിൻ്റെ, അതിനു മുമ്പുള്ള രാജാക്കന്മാരുടെ പോലീസിൻ്റെ കാലത്ത് തൊട്ടുള്ള പോലീസിൻ്റെ ഹിസ്റ്ററിയൊക്കെ വെളിപ്പെടുത്തുന്ന ഒരു സംഭവമാണ് അവിടെ മ്യൂസിയമായിട്ട് അലങ്കരിച്ച് വെച്ചേക്കുന്നത്. അതൊക്കെ കണ്ടിറങ്ങി. പിന്നെ ഞങ്ങൾ നോക്കുമ്പോൾ അവിടെ ഒരു കടയിൽ നോക്കുമ്പോൾ ഒരു വലിയ ഉരുളി ഇരിക്കുന്നു. അതിൻ്റെ അകത്ത് വേണമെങ്കിൽ ഒരു ആനയെ അങ്ങനെ തന്നെ പുഴുങ്ങിയെടുക്കാൻ പറ്റും. അത്ര വലിയ ഒരു ഉരുളി ഉണ്ടായിരുന്നു. അതൊക്കെ ഒരു അട്രാക്ഷനാണ് കാഴ്ചയ്ക്ക്. ഇവിടെയൊക്കെ നമ്മൾ കുറച്ചുകൂടെ സമയം സ്പെൻഡ് ചെയ്താലും നമുക്ക് കുറച്ചുകൂടെ എൻജോയ് ചെയ്ത് വരാൻ പറ്റും. എന്തായാലും നമ്മളങ്ങനെ ഇവിടം എക്സ്പ്ലോർ ചെയ്ത് പുറത്തിറങ്ങി. അവരപ്പോൾ നമ്മളെ KSRTC നമ്മൾ ഓരോരുത്തർക്കും ഇങ്ങനെ കൊണ്ടുവിടും, ഒരു എൻട്രി പോയിൻറ്റിൽ കൊണ്ടുവിടും. അത് കഴിഞ്ഞിട്ട് കളക്ഷൻ ഡെസ്റ്റിനേഷനിലേക്ക് അവർ ഡ്രൈവർ ചേട്ടൻ കൊണ്ടുവരും. ഡ്രൈവർ ചേട്ടനോടൊന്നും അങ്ങനെ സംസാരിക്കാനൊന്നും നമുക്കധികം സമയം കിട്ടിയില്ല. പിന്നെ ഒരുപാട് വണ്ടിയിലധികം പാട്ട്, ഡാൻസ് ഇതിനുള്ള സമയമൊന്നും കിട്ടിയില്ല. പിന്നെ ഒരാൾ മാത്രം നമ്മളെ പാട്ടൊക്കെ പാടിയൊന്ന് സന്തോഷിപ്പിച്ചു. കാരണം ഒത്തിരി എല്ലാവരും അടങ്ങി ഒതുങ്ങി ഒരിടത്ത് ഇരിക്കുന്ന രീതിയിലായിരുന്നു. കുറച്ചുകൂടെ ഒരു എൻജോയബിൾ ആകാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും അതും കഴിഞ്ഞ് നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ് ജൂതപ്പള്ളിയൊക്കെ കയറി, പള്ളിക്കകം കയറിയില്ല, അവിടെയൊക്കെ പോയിട്ട് പിന്നെ നമ്മൾ ഇവിടേക്ക് വന്നു, മറൈൻ ഡ്രൈവിലേക്ക് വന്നു, വാട്ടർ മെട്രോയിൽ കയറാൻ വേണ്ടിയിട്ട്. അവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ കുറേ കപ്പലുകളൊക്കെ കിടപ്പുണ്ട്. ചീനവലകളും കപ്പലുകളും ഒക്കെ പണ്ട് പല പ്രാവശ്യം വന്നിട്ടൊക്കെ കണ്ടിട്ടുള്ളതാണ്. എന്നാലും നമുക്കിത് എത്ര കണ്ടാലും ഇതിൻ്റെ സൗന്ദര്യം നമുക്ക് മടുക്കില്ലല്ലോ. അവിടെ ഡ്രഡ്ജിങ് ഒക്കെ നടത്തുന്ന കപ്പലും പിന്നെ നമ്മുടെ ക്രൂസുകളിലും ഒക്കെ, ക്രൂസ് ഷിപ്പുകളും ഒക്കെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ അവിടെ നിന്ന് പൊക്കി അവർ അവിടെ നിന്ന് എടുത്തിട്ട് ഹൈക്കോടതി ജംഗ്ഷനിൽ കൊണ്ടുപോയി
വിടും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അതിൻ്റെ അകത്തേക്ക് മെട്രോയിലേക്ക് കയറാനായിട്ട് പോവുകയാണ്. അപ്പം അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഒരു ചെറിയൊരു 3/4 മണിക്കൂർ യാത്രയുണ്ടെന്ന് തോന്നുന്നു. അത്രേ തന്നെ ഉള്ളൂ. അങ്ങനെ പതുക്കെ ബോട്ട് ജെട്ടിയൊക്കെ അങ്ങനെ കണ്ട് ഇങ്ങനെ സ്ലോവിൽ നമ്മളെ അവിടെ കൊണ്ടുപോയി അപ്പുറത്ത് ഹൈക്കോടതി ജംഗ്ഷനിൽ കൊണ്ടുപോയി ഇറക്കി. പിന്നെ അവിടുന്ന് കുറേ ഫുട്പാത്തിൽ കൂടെ കുറേ നേരം നടന്ന് അങ്ങനെ എല്ലാവരും ഇതാണ് നമ്മുടെ പാട്ടുകാരനായിട്ടുള്ള കുട്ടിയാണ്. അതിൻ്റെ ഹരിപ്രസാദ് എന്നെങ്ങാണ്ടാണ് ആളുടെ പേര്. തൊട്ടടുത്തിരിക്കുന്ന സാറാണ് നമ്മുടെ കണ്ടക്ടറായിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. എല്ലാവരെയും ഒന്നും പരിചയപ്പെടാനൊന്നും പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അവസാനം എല്ലാവരുടെയും കൂടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു. പക്ഷെ അതിൻ്റെ അകത്ത് ഒരു കടുകുമണി പോലെ നിൽക്കുന്ന ആൾക്കാരെ നമുക്ക് എങ്ങനെ മനസ്സിലാവാനാണ്? തന്നെയല്ല അവരെ ആരെയും നമ്മൾ പേഴ്സണലായിട്ട് അങ്ങനെ അടുത്ത് പരിചയപ്പെടാനുള്ള ടൈമും നമുക്ക് കിട്ടിയിട്ടുണ്ടായില്ല. പിന്നെ തിരിച്ചൊരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ പതുക്കെ ലാലാന്നൊക്കെ നടന്ന് 7 മണിയൊക്കെ 6:45 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ബസ്സിലൊക്കെ തിരിച്ച് നമ്മൾ റിട്ടേൺ ട്രിപ്പിനായിട്ട് ബസ്സിൽ കയറി. അപ്പോൾ അവിടെ ഒരു ഡബിൾ ഡെക്കർ ബസ്സൊക്കെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ. അതിലൊന്നും കയറിയില്ല. അങ്ങനെ ഒരു ദിവസത്തെ ട്രിപ്പ് അങ്ങനെ എൻജോയ് ചെയ്തു എന്ന് പറയുക. അപ്പോൾ ഞാൻ പറയുന്നത് ഇതിൻ്റെ അകത്ത് ഞാൻ പ്രതീക്ഷിച്ചത് ഒരുപാട് പ്രായമായവരായിരിക്കും അധികവും ഉണ്ടായിരിക്കുക എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇത് എൻ്റെ വിചാരങ്ങളെയൊക്കെ തകിടം മറിച്ചുകൊണ്ട് അതിൻ്റെ അകത്ത് ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. 20, 25, 30 വയസ്സൊക്കെ ഉള്ള സ്റ്റുഡൻസും അവർ അതിൽ തന്നെ ജോലിയിലേക്ക് കയറിയ കുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ഞാൻ വിചാരിച്ച ഒരു 40, 50 മേളിലുള്ള ആൾക്കാരെ ഉണ്ടാവുള്ളൂ എന്ന്. അപ്പം ഞാൻ നോക്കുമ്പോൾ എല്ലാവർക്കും സേഫായിട്ടുള്ള ഒരു സംഭവമാണിത്. ലേഡീസ് മാത്രമല്ല, ജെൻസും ഉണ്ടായിരുന്നു. അപ്പം ആർക്കെങ്കിലും പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ കൊണ്ടുപോകാൻ ആരുമില്ല, എന്നെ ടൂർ കൊണ്ടുപോകാൻ ആരുമില്ല എന്ന് പറയുന്നത് നിങ്ങൾ കംപ്ലയിൻറ്റ് ചെയ്യേണ്ട. ഒരാൾ മാത്രമാണെങ്കിൽ പോലും നമുക്ക് സേഫായി പോയി തിരിച്ചു വരാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ KSRTCയുടെ ഈ വെഞ്ചർ. അതുകൊണ്ട് എല്ലാവരും ഇനിയും ഇനിയും സാഹചര്യം കിട്ടിയാൽ വേറെ ട്രിപ്പിൽ ഇനിയും പോകാൻ ഞാൻ വിചാരിക്കുന്നതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരുവിധം എല്ലാ ഡിപ്പോകളിൽ നിന്നും ഇതുപോലെ ട്രിപ്പുകളുണ്ടെന്ന് തോന്നുന്നുണ്ട്. മിക്കവാറും മൂന്നാർ വട്ടവട, പിന്നെ നെല്ലിയാമ്പതി, ആതിരപ്പള്ളി, അങ്ങനെ വിതിൻ കേരള തന്നെയാണെന്ന് തോന്നുന്നു മോസ്റ്റ് ഓഫ് ദ ട്രിപ്സ്. അതുകൊണ്ട് എല്ലാവർക്കും പോയിട്ടില്ലാത്തവർക്കൊക്കെ പോകാം. പിന്നെ നമുക്കൊരു വല്ലപ്പോഴും ഒരു ചേഞ്ചൊക്കെ വേണ്ടേ? എന്നും ഈ എല്ലാ നമ്മുടെ ജീവിതത്തിൻ്റെ സ്ട്രെസ്സുകളെല്ലാം മാറിയിട്ട് എവിടെയെങ്കിലും പോകാമെന്ന് വിചാരിച്ച് നിങ്ങളിരുന്നാൽ നിങ്ങൾക്ക് ഒരിടത്തും പോകലും നടക്കില്ല കേട്ടോ. നമുക്കാകുന്ന കാലത്ത് പോയാലേ വല്ലയിടത്തും പോകാൻ പറ്റുള്ളൂ. വയസ്സാകുമ്പോഴത്തേക്കും നമുക്കിതൊക്കെ പറ്റാണ്ടാവും.